സുഗമോദേവി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതി ആണെങ്കിൽ നമ്മുടെ ദേവിക ഇറങ്ങിപ്പോയതിനു ശേഷം ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് നന്ദൻ്റെ അവസ്ഥയെക്കുറിച്ച് കണ്ടിട്ടൊക്കെ. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥനാണെങ്കിൽ പറയുന്നുണ്ട്, എല്ലാം വരുത്തി വെച്ചത് അവൻ തന്നെയല്ലേ, ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അവൻ തന്നെ വിചാരിച്ചേ മതിയാവുള്ളൂ നന്ദു, അല്ലെങ്കിൽ ഒന്നും തന്നെ നടക്കില്ല. അങ്ങനെയൊക്കെ നമ്മുടെ പ്രഭാവതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ ഇസബല്ലയെ തേടി നമ്മുടെ കെവിൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കെവിനാണെങ്കിൽ ഇസബല്ലയോട് സംസാരിക്കുന്നുണ്ട്, ഇനി എന്താണ് നമ്മുടെ അടുത്ത പ്ലാൻ. നന്ദനാണെങ്കിൽ ആകെ മൊത്തം സങ്കടത്തിലും ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അവൻ എങ്ങനെയെങ്കിലും മരിക്കണം എന്നൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്. അവൻ മരിച്ചാൽ എല്ലാം തന്നെ നീ കണ്ട സ്വപ്നങ്ങൾ അവസാനിക്കും ഇസബല്ല, അതുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കെവിനാണെങ്കിൽ. അങ്ങനെ കെവിനാണെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, എല്ലാം ശരി തന്നെയാണ്, എന്ത് ചെയ്യാനാണ്, അവൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും ദേവിക പോയിട്ടില്ല. എത്രയോ വർഷങ്ങളായി ഞാൻ അവൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അവൻ പോലും അറിയാതെ ഇന്നും ഞാൻ സ്വപ്നങ്ങൾ കാണുന്നു. എന്നാൽ നന്ദനാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ദേവിക തന്നെയാണ്. അവൻ്റെ മനസ്സിൽ നിന്ന് അവളെ ഞാൻ എത്ര പറിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ടും അത് മാറുന്നില്ല. എന്തുകൊണ്ടാണത് മാറാത്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്ങനെയെങ്കിലും ദേവികയെ മാറ്റി ആ സ്ഥാനത്തേക്ക് എനിക്ക് വന്നേ മതിയാവുള്ളൂ എന്നൊക്കെ കെവിനോട് നമ്മുടെ ഇസബല്ല പറയുന്നുണ്ട്. കെവിനാണെങ്കിൽ, നീ എന്ത് ചെയ്താലും നിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ തയ്യാറാണ് ഇസബല്ല, എന്താണെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും നിനക്ക് എന്നോട് ചോദിക്കാം ഇസബല്ലയോട് കെവിനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇസബല്ല പറയുന്നുണ്ട്, ഒരു വഴിയുണ്ട്, ആ വഴിക്ക് നീ എൻ്റെ കൂടെ കൂട്ടി നിൽക്കണം, വല്ലാതെ വേറൊരു മറ്റു മാർഗവും ഞാൻ കാണുന്നില്ല എന്നുള്ള ഇതിൽ ഇസബല്ല സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഇസബല്ലയുടെ അടുത്ത് നിന്ന് കെവിന് നമ്മുടെ നന്ദൻ്റെ കോള് വരുന്നത്. കോള് വന്നതിന് ശേഷം നന്ദൻ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ദേവിയെ ഇല്ലാതെ പറ്റുന്നില്ല, എന്തായാലും എല്ലാ കാര്യങ്ങളും ഞാൻ ദേവിയോട് തുറന്നു പറയാൻ വേണ്ടി പോവാണ്, ഇങ്ങനെ കുടിച്ച് ചാവാൻ എന്നെക്കൊണ്ട് കഴിയില്ല, അവളില്ലാത്തൊരു ജീവിതം എനിക്ക് എന്തായാലും ആവശ്യമില്ല എന്നുള്ളതിലൊക്കെ കെവിനോട് നന്ദൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഇസബല്ല അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നന്ദൻ്റെ അടുത്ത് നമ്മുടെ കെവിൻ ചോദിക്കുന്നുണ്ട്, നീ എന്തായാലും ഇസബല്ലയെ വിളിച്ച് കാര്യങ്ങൾ പറ. അപ്പം നന്ദൻ പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഇസബല്ലയോട് കാര്യങ്ങൾ പറയുന്നത്, ഇതെൻ്റെ ജീവിതത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, അപ്പോൾ എന്തിനാണ് ഞാൻ ഇസബല്ലയോട് അനുവാദം വാങ്ങുന്നത്, അവൾ കാരണമാണ് ഇപ്പം എൻ്റെ ജീവിതം ഈ അവസ്ഥയിൽ എത്തിപ്പെട്ട് നിൽക്കുന്നത്. ഇതെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നൊക്കെ കെവിനോട് നമ്മുടെ നന്ദൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നമ്മുടെ ദേവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇസബല്ലയുടെ അടുത്തും കെവിൻ്റെ അടുത്തും ഇങ്ങനെ സംസാരിക്കുന്ന നന്ദനെ കണ്ടിട്ടാണെങ്കിൽ ഇസബല്ലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇസബല്ല പറയുന്നുണ്ട് കെവിനോടായിട്ട്, ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ആ കാര്യത്തെ തുടർന്ന് മുന്നോട്ട് പോകാനാണ് ഞാൻ നിൽക്കുന്നത്, എന്തായാലും കെവിനെ ഞാൻ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതായിരിക്കും, കെവിനെ കൂടെ തന്നെ വേണമെന്നൊക്കെ നമ്മുടെ ഇസബല്ല പറയുന്നുണ്ട്. ഇസബല്ലയാണെങ്കിൽ മുമ്പിൽ വേറൊരു വഴിയും കാണാത്തതുകൊണ്ട് തന്നെ നന്ദൻ്റെ ജീവിതം അപകടത്തിലാക്കണമെന്നുള്ള ചിന്തയായിരുന്നു ഇസബല്ലയ്ക്കാണെങ്കിൽ. ഇസബല്ലയ്ക്ക് മറ്റൊരു വഴിയുമില്ല നന്ദനെ സ്വന്തമാക്കാൻ എന്ന് മനസ്സിലാക്കി ഇസബല്ലയാണെങ്കിൽ നന്ദൻ്റെ ജീവൻ പോലും എടുക്കാൻ തയ്യാറാവുന്നുണ്ട് ഇസബല്ലയാണെങ്കിൽ. അങ്ങനെ ഇസബല്ലയാണെങ്കിൽ ഇസബല്ലയുടെ കൂട്ടാളികളെ വിളിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇസബല്ലയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് കൂട്ടാളികൾ ഇസബല്ലയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇസബല്ല ആഗ്രഹിച്ച പോലെ നന്ദൻ ആക്സിഡൻറ്റിൽ പെടുന്നുണ്ട്. അങ്ങനെ നന്ദനെ വണ്ടി ഇടിച്ച് പോയതിനു ശേഷം അവിടെ കുറേ നാട്ടുകാർ കൂടുകയും ചെയ്തിട്ട് നന്ദനെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഇസബല്ലയുടെ ഫോൺ കോളിലേക്ക് ആ കൂട്ടാളികൾ വിളിച്ചറിയിക്കുന്നുണ്ട്, നന്ദനെ ഈ ഒരു ആശുപത്രിയിലാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഇസബല്ലയോടാണെങ്കിൽ. അതിനുശേഷമാണെങ്കിൽ ഇസബല്ലയാണെങ്കിൽ ആ ആശുപത്രിയിൽ എത്തിയിട്ട് ഡോക്ടറോട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്. ആ ഡോക്ടറെ വായിൽ നിന്നും ഇസബല്ല ആഗ്രഹിച്ച പോലുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. നന്ദകുമാറിന് എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഇനി ഒരിക്കലും നന്ദന് ഓർമ്മകൾ തിരിച്ചു വരില്ല എന്നുള്ള ഇതിൽ ഇസബല്ലയോട് പറയുന്നുണ്ട്. ഇസബല്ലയ്ക്ക് ഇത് ഏറെ സന്തോഷപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ദേവിയെപ്പോലും നന്ദൻ മറന്നിരിക്കുന്നു, ഇനി നന്ദൻ്റെ ഭാര്യയെ ജീവിക്കുന്നത് ഈ ഞാൻ തന്നെയാണ് എന്ന് നമ്മുടെ ഇസബല്ല തീർച്ചയായും ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നന്ദൻ്റെ ഈ ജീവിതത്തിലോട്ട് ഇനി മറ്റൊരു പെണ്ണിനെ ഞാൻ കടത്തിവിടില്ല, എനിക്ക് എന്തായാലും നന്ദൻ്റെ ഭാര്യ ആവണം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ കെവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കെവിൻ്റെ നിർദ്ദേശപ്രകാരം നന്ദനാണെങ്കിലും ആ അവസ്ഥയിൽ ആശുപത്രിയിൽ കിടക്കുന്ന ആ അവസ്ഥയിൽ തന്നെ നമ്മുടെ ഇസബല്ലയെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കെവിൻ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് തന്നെ. ഇനിയിപ്പോൾ ഇസബല്ലയെ കല്യാണം കഴിക്കുമോ അതോ നന്ദൻ്റെ അവസ്ഥ ഇനി എന്താവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പം മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. ബായ്.